ഹായ് ഫ്രണ്ട്സ്, ആചാര്യ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് കൺവെൻഷൻ, പ്രോട്ടോകോൾ അഥവാ ഉടമ്പടികൾ. മത്സര പരീക്ഷകളിൽ സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. റംസാർ കൺവെൻഷൻ, മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ ഡി ജനീറ എർത്ത് സബ്മിറ്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ, ബമാക്കോ, അങ്ങനെ ഈ ഭാഗത്തു നിന്നും പല തരത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ പ്രോട്ടോകോളിന്റെ അഥവാ കൺവെൻഷന്റെ ഒക്കെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഇത് വന്ന വർഷങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ കൺവെൻഷൻസും നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് ഈ ക്ലാസ് കൊണ്ട് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ PPT പ്രസന്റേഷന്റെ PDF നോട്ട്സ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ ലിങ്കും ഞാൻ അവിടെയും ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം നോക്കാനായിട്ട് പോകുന്ന സബ്മിറ്റ് ആണ്. സൈറ്റ് എന്നാൽ സൈറ്റ് കാണാനില്ല, അങ്ങനെ കണക്ട് ചെയ്തോളൂ. നമുക്ക് നോക്കാം. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് അതിലുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം ജീവിവർഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തിന് ആരംഭം കുറിച്ച സബ്മിറ്റ് ആണ് സൈറ്റ് സബ്മിറ്റ്. ഇത് 1963 IUCN മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഇതിനെ കുറിച്ചിട്ടുള്ള പ്രാരംഭഘട്ട ചർച്ച ആരംഭിക്കുന്നത്. 1963 മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ദേശീയ പക്ഷിയായിട്ട് മയില് 1963 വരുന്നത്. അപ്പോ ആ വർഷം തന്നെയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് വേണ്ടിയിട്ട്, അവയെ കാണാനില്ല, അതാണ് സൈറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല, അവയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള സമ്മിറ്റിന്റെ പ്രാരംഭഘട്ട ചർച്ച ആരംഭിക്കുന്നത് എന്നും ഓർത്തോളൂ. എന്നാൽ ഈ സമ്മിറ്റ് സൈൻ ചെയ്യുന്നത് 1973 മാർച്ച് 3 വാഷിംഗ്ടൺ DC വെച്ചിട്ടാണ്. ഇത് 1975 ഇത് ഈ ആക്ട് നിലവിൽ വന്നു എന്നും ഓർത്തോളൂ. 1975 ജൂലൈ 1. അപ്പൊ കണക്ട് ചെയ്യാലോ. 1963 IUCN മീറ്റിംഗിൽ വെച്ച് ഇതിന്റെ പ്രാരംഭഘട്ട ചർച്ച ആരംഭിക്കുന്നു. 10 വർഷം കഴിയുമ്പോൾ 1973 മാർച്ച് 3 ഈ സബ്മിറ്റില് സൈൻ ചെയ്യുന്നു എന്നും ഓർത്തോളൂ. വാഷിംഗ്ടൺ DC വെച്ചിട്ടാണ് 1973 സൈൻ ചെയ്തത്. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 1963 വംശനാശ ഭീഷണികൾ നേരിടുന്ന സസ്യജാലങ്ങൾക്കും ജീവിവർഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സബ്മിറ്റ് വന്നു എങ്കിൽ തൊട്ടടുത്ത വർഷം വരുന്നത് മനുഷ്യന് വേണ്ടിയിട്ടുള്ള സബ്മിറ്റ് ആണ്. 1964 ദ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി. വാട്ട് ദ ഹെൽ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കണക്ട് ചെയ്യാം. പ്രധാന ലക്ഷ്യങ്ങൾ മെഡിക്കൽ ഗവേഷണത്തിൽ മനുഷ്യരുൾപ്പെടെയുള്ള വിഷയങ്ങളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുക എന്നതാണ്. കാരണം മെഡിസിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ സമ്മതം ഇല്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഭീഷണിയാവുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും നടത്തരുത്. അതേ കുറിച്ചിട്ടൊക്കെ ഉള്ള മെഡിക്കൽ രംഗത്ത് നിന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ദ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി. മനുഷ്യന്റെ ശരീരത്തില് മരുന്ന് കണ്ടുപിടിക്കാൻ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്നവർ വന്ന് ചോദിക്കും എന്ന് ഓർത്തോളൂ. വാട്ട് ദ ഹെൽ, അതാണ് ഹെൽസിങ്കി. അപ്പൊ മനുഷ്യന് വേണ്ടിയിട്ടുള്ളത് 1964 63 തൊട്ട് അടുത്ത വർഷം എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ ഓഫ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് പൈതൃകപരമായിട്ടും സാംസ്കാരികപരമായിട്ടും നിലനിർത്തേണ്ട സ്ഥലങ്ങളെ യുനെസ്കോ കാശ് മുടക്കി അല്ലെങ്കിൽ ഫണ്ട് ചെയ്ത് സംരക്ഷിക്കുന്നു. അതിന്റെ പ്രാരംഭഘട്ട ചർച്ച ആരംഭിച്ചത് 1972 1972 നമ്മുടെ ഷിംല എഗ്രിമെന്റ് ഒക്കെ വന്ന വർഷം. 1971 ഇന്ത്യോ പാക് യുദ്ധത്തിന് ശേഷമാണ് ഷിംല കരാർ വരുന്നത് അല്ലേ. അപ്പൊ ആ ഷിംല കരാർ വരുന്ന വർഷം യുനെസ്കോയും പറഞ്ഞു, ഇന്ത്യയോട് പാകിസ്ഥാന്റെ അടുത്ത് പറഞ്ഞു എന്ന് ഓർത്തോളൂ, നിങ്ങൾ നിങ്ങളുടെ പൈതൃകപരമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നിലനിർത്തണം, ഇങ്ങനെ യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കളയരുത്. അതാണ്. അപ്പൊ 1972 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ ഓഫ് യുനെസ്കോ ആരംഭിച്ചു. അപ്പോ യുനെസ്കോയില് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ കോഡിലൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ കാണുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോ അടുത്തതിലേക്ക് പോവാം. റംസാർ കൺവെൻഷൻ എന്നാൽ രാംസാറിന്റെ കൺവെൻഷൻ എന്ന് ഓർത്തോളൂ. രാംസാറിന് ഏറ്റവും ഇഷ്ടം
കായലുകളാണ് കേട്ടോ. കായലുകൾ, തണ്ണീർത്തടങ്ങൾ. അങ്ങനെ ഓർത്തു വെച്ചോളൂ. രാംസാർ എന്നാൽ ആ സാറ് നമ്പർ 1 ആണ് എന്നും ഓർത്തോളൂ. അതിലെ സാർ എന്നാൽ അത് S7 ആണ് എന്നും. നമ്പർ 1 എന്നാൽ 1. അപ്പൊ 71 ആണ് റംസാർ കൺവെൻഷൻ. സാറിന് ഇഷ്ടം ഞാൻ പറഞ്ഞു കായൽ, തണ്ണീർത്തടങ്ങളാണ്. യെസ്, തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും സുസ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുമാണ് ഈ കൺവെൻഷൻ ആരംഭിച്ചത്. റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. 96 സ്ഥലങ്ങളാണ് 2025 ഡിസംബർ വരെ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ്. 20 സൈറ്റ്സ് ആണ് തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഏറ്റവും വലുത് ഏത് എന്ന് ചോദിച്ചാൽ സുന്ദർബൻ വെറ്റ്ലാൻഡ് ആണ്. അത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴയത്, ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ആഡ് ചെയ്തത് ചിൽക്ക ലേക്കാണ്. ചില്ലായിട്ടുള്ളൊരു ലേക്കാണ് റംസാർ ആദ്യമായിട്ട്. ചില്ലായിട്ടുള്ളൊരു ലേക്കിലാണ് രാംസാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് പോയത് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഏറ്റവും വലുത് സുന്ദർബൻ, സുന്ദരമായ വനം ഉള്ളത് എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. എങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്. വെറ്റ്ലാൻഡ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനുള്ള കൺവെൻഷൻ ആണ് ബെൻസീൻ കൺവെൻഷൻ. ബെൻസീൻ കൺവെൻഷൻ വരുന്നതും 1971 രാംസാർ ഈ ലേക്കിൽ, തണ്ണീർത്തടങ്ങളിലെല്ലാം പോകുന്നത് ബെൻസിലാണ് എന്നും ഓർത്തോളൂ. അപ്പൊ രാംസാർ ഒരു ഭാഗത്തു നിന്നും ഈ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും സാർ പോകുന്നത് ബെൻസിലാണ്. അത് 1971 റംസാർ കൺവെൻഷൻ വന്ന അതേ വർഷം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറഞ്ഞത്. രാംസാർ ബെൻസിലാണ് പോകുന്നത്. അപ്പൊ റംസാർ കൺവെൻഷനും ബെൻസീൻ കൺവെൻഷനും 1971 ബെൻസീൻ കൺവെൻഷൻ എന്നാൽ ബെൻസീനിൽ നിന്നുള്ള വിഷകരമായിട്ടുള്ള വസ്തുക്കളുടെ സമ്പർക്കം തടയാൻ വേണ്ടി വന്ന കൺവെൻഷനാണ് ബെൻസീൻ കൺവെൻഷൻ. രാംസാർ ബെൻസിലാണ് തണ്ണീർത്തടങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. പക്ഷെ സാറ് പോകുന്ന ബെൻസ് ഡേഞ്ചർ ആണ്. അങ്ങനെ ഓർത്തോളൂ. അതിൽ നിന്നും വരുന്ന വാതകങ്ങളൊക്കെ മനുഷ്യന്റെ ഒക്കെ ജീവജാലങ്ങൾക്കും ഡേഞ്ചർ ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ബെൻസീനിൽ നിന്നുള്ള വിഷകരമായിട്ടുള്ള വസ്തുക്കളുടെ സമ്പർക്കം തടയുക 1971. രാംസാർ നമ്പർ 1 അല്ലെങ്കിൽ S1 എന്ന് ഓർത്തോളൂ. അതാണ് 71. രാംസാർ വരുന്നത് ബെൻസിൽ. അപ്പൊ 71 വന്ന 2 കൺവെൻഷനാണ്. റംസാർ കൺവെൻഷനും ബെൻസീൻ കൺവെൻഷനും രണ്ടിന്റെയും ഉദ്ദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബാഴ്സലോണ കൺവെൻഷൻ. പ്രൊട്ടക്ട് മെഡിറ്ററേനിയൻ സീ ഫ്രം പൊല്യൂഷൻ. പൊല്യൂഷനിൽ നിന്നും മെഡിറ്ററേനിയൻ സീയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച കൺവെൻഷനാണ് ബാഴ്സലോണ കൺവെൻഷൻ. ബാറിലിരുന്നുകൊണ്ടാണ് പറയുന്നത് നമുക്ക് മെഡിറ്ററേനിയൻ സീയെ സംരക്ഷിക്കണമെന്ന്. അങ്ങനെ ഓർത്തോളൂ. അത് 1976 ബാറ് 6 അങ്ങനെ കണക്ട് ചെയ്യാലോ. ബാഴ്സലോണ ബാറിലിരുന്ന് പറയുകയാണ് നമുക്ക് മെഡിറ്ററേനിയൻ സീയെ സംരക്ഷിക്കണം എന്ന്. ഇവിടെ കരയെ സംരക്ഷിക്കാൻ പറ്റില്ല, അപ്പോഴാണ് സീയെ. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചോളൂ. ബാഴ്സലോണ കൺവെൻഷൻ 1976. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ദ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ. സീക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത കൺവെൻഷൻ വരുന്നത് അത് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം 1982 സമുദ്രങ്ങളുടെ സമാധാനപരമായിട്ടുള്ള ഉപയോഗം. നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടി കപ്പലുകളൊക്കെ രാജ്യത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്കും കടൽ കൊള്ളക്കാരുടെ, ഈ സൊമാലിയിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, കടൽ കൊള്ളക്കാരുടെ ആക്രമണം, പിന്നെ വന്നിട്ട് യമനിലെ ഹൂതികൾ ആക്രമിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി. അപ്പൊ അതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് കടലില് ചരക്ക് ഗതാഗതം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ് എന്ന് ഓർത്തോളൂ. UN ക്ലോസ് എന്ന പേരിൽ 1982-76 ബാഴ്സലോണ. അത് മെഡിറ്ററേനിയൻ സീക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ 76 ലാസ്റ്റുള്ള 6 കൂട്ടിയാൽ അടുത്ത UN ക്ലോസ് വരുന്നു 1982 സമുദ്രങ്ങളുടെ സമാധാനപരമായിട്ടുള്ള ഉപയോഗം, പീസ്ഫുൾ യൂസ് ഓഫ് ഓഷ്യൻസ്. അതാണ് UN ക്ലോസ്, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ ലാ ഓഫ് ദ സീ. യുണൈറ്റഡ് നേഷന്റെ കടലിന് വേണ്ടിയിട്ടുള്ള നിയമം 1982 വന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് കടലിന് വേണ്ടിയിട്ടുള്ള അടുത്ത കൺവെൻഷൻ വരുന്നത്, ദ നെയ്റോബി കൺവെൻഷൻ. നെയ്റോബി എന്നാൽ നെയ്മീന് എന്ന് ഓർത്തോളൂ. നെയ്മീന് നമ്മൾ ഇന്ത്യക്കാർ കൂടുതലും കഴിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നല്ലേ. നമുക്ക് ഇവിടെ പടിഞ്ഞാറാണ് നമ്മുടെ കടലല്ലേ. യെസ്, അങ്ങനെ കണക്ട് ചെയ്തോളൂ. വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ റീജിയന്റെ സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ചതാണ് ദ നെയ്റോബി കൺവെൻഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് മറൈൻ ആൻഡ് കോസ്റ്റൽ എൻവയോൺമെന്റ്. അതാണ് ദ നെയ്റോബി കൺവെൻഷൻ. നെയ്മീന്,
നെയ്മീൻ എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? അറബിക്കടൽ. അറബിക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്നും ഓർത്തോളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പടിഞ്ഞാറ് എന്നാൽ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. അറബിക്കടലൊക്കെ ഇന്ത്യൻ ഓഷ്യൻ റീജിയന്റെ ഭാഗമാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. അത് വരുന്നത് 1985. ഇത് UNEP, യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്ന കൺവെൻഷൻ ആണ് എന്നും ഓർത്തോളൂ. അപ്പോ നമ്മൾ കടലിനെ കുറിച്ച് നോക്കിയിട്ടുള്ളത് 1976 ബാഴ്സലോണ കൺവെൻഷൻ. ബാറിലിരുന്ന് പറയുന്നു മെഡിറ്ററേനിയൻ സീയെ സംരക്ഷിക്കണം, അവിടെ ധാരാളം മെഡിസിൻ ഉണ്ട്. ചുമ്മാ കോർഡിനായിട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. 1976 എങ്കിൽ ഈ 76 ലാസ്റ്റ് നമ്പർ ആയിട്ടുള്ള 6 കൂട്ടിയാൽ 1982 UN ക്ലോസ്. സമുദ്രങ്ങളിൽ സമാധാനപരമായിട്ട് ചരക്ക് ഗതാഗതം നടത്താൻ വേണ്ടിയിട്ട് 1982 വന്നതാണ് UN ക്ലോസ്. അല്ലെന്നുണ്ടെങ്കിൽ സമുദ്ര ജലമാർഗം ക്ലോസ് ചെയ്യും എന്ന് ഓർത്തോളൂ. UN, അതാണ് UN ക്ലോസ്. സമുദ്രത്തിലെ ജലമാർഗം ക്ലോസ് ചെയ്യാതെ അന്താരാഷ്ട്രത്തിൽ സമാധാനമായിട്ട് വ്യാപാരം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ കൺവെൻഷന്റെ ആവശ്യമുണ്ട് എന്ന് കണക്ട് ചെയ്ത് ഓർത്തോളൂ. 76 നിന്നും 6 കൂട്ടിയാൽ 82 എങ്കിൽ 6ന്റെ പകുതിയായിട്ടുള്ള 3 കൂട്ടിയാൽ 1982 നിന്നും 85 അടുത്ത കൺവെൻഷൻ വരുന്നു. കടലിന് വേണ്ടിയിട്ടുള്ളത് നെയ്റോബി. നെയ്മീന് എന്ന് ഓർത്തോളാനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നെയ്മീന് കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ അറബിക്കടലിലെ. അറബിക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷന്റെ ഭാഗമാണ്. പടിഞ്ഞാറൻ ഭാഗത്ത് നിന്നിട്ടാണ് വരുന്നത്. പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി വരുന്നതാണ് ദ നെയ്റോബി കൺവെൻഷൻ. യഥാർത്ഥത്തില് നെയ്റോബി കെനിയയിലല്ലേ? കെനിയയിലാണെന്ന് തോന്നുന്നു നെയ്റോബി. അപ്പൊ UNEP-യുടെ ആസ്ഥാനവും അവിടെയാണ്. അപ്പൊ ഇത് സംഘടിപ്പിച്ചത് UNEP എന്നും ഓർത്തോളൂ. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ദ ബോൺ കൺവെൻഷൻ. ഇത് 1983 ഈ കൺവെൻഷൻ വരുന്നത്. ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കപിലും ചെകുത്താന്മാരും എന്നറിയപ്പെടുന്ന നമ്മുടെ ക്രിക്കറ്റ് ടീം 1983 പോയിട്ടാണ് ആദ്യത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് തൂക്കി കൊണ്ടുവരുന്നത്. 1983 നിവിൻ പോളിയുടെ സിനിമ ഉണ്ടല്ലേ, അത് മാത്രമല്ല ഹിന്ദിയിലും കപിൽദേവിന്റെ ജീവചരിത്രം വെച്ചിട്ട് 1983 എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോളൂ. ആ വർഷമാണ് ദ ബോൺ കൺവെൻഷനും. നമുക്ക് വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ടുള്ള ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ കപ്പ് ജനിച്ചത് 1983. അതാണ് ബോൺ. അത് വെച്ചിട്ട് ദ ബോൺ കൺവെൻഷനും 1983 എന്ന് ഓർത്തോളൂ. എന്നാൽ ഈ കൺവെൻഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ദേശാടന ജീവി വർഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ ബോൺ കൺവെൻഷൻ. ദേശാടന ജീവി വർഗങ്ങളും അവിടെ ജനിക്കുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയിലല്ലേ, അത് ബോൺ ചെയ്യുന്നത്. അങ്ങനെ ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ വേൾഡ് കപ്പ് നമുക്ക് വേണ്ടി ബോൺ ആകുന്നതും ഈ 1983 നമ്മുടെ രാജ്യത്തുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് ദേശാടന പക്ഷികളെ പോലെ കടല് കടന്നുപോയി മറ്റൊരു രാജ്യത്ത്, ഇംഗ്ലണ്ടിലാണെന്ന് തോന്നുന്നു, അവിടെ നിന്നിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ കപ്പ് ആദ്യമായിട്ട് അടിച്ചത്. അങ്ങനെയും കണക്ട് ചെയ്തോളൂ. അപ്പൊ 1983 ദ ബോൺ കൺവെൻഷൻ. എങ്കിൽ നമുക്ക് അടുത്ത് കുറച്ച് സുപ്രധാനപ്പെട്ട കൺവെൻഷനുകൾ നോക്കാനുണ്ട്. 1987 വന്ന ദ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ആദ്യത്തേത്. അതിൽ നിന്നും നമുക്ക് കണക്ട് ചെയ്ത് ഓരോന്നായിട്ട് പഠിക്കാം. ദ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാൽ മണ്ടയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നുണ്ട്. അതാണ് ഓസോൺ പാളി. നമ്മുടെ തലയ്ക്ക് മണ്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്നൊക്കെ നമ്മുടെ ഭൂമിയെ നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ ഓസോൺ പാളിയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് വന്ന പ്രോട്ടോകോൾ ആണ് ദ മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിയെ സംരക്ഷിക്കാനായിട്ട് UNEP ആണ് ഇത് ആരംഭിച്ചത്. 1987 ദ മോൺട്രിയൽ പ്രോട്ടോകോള്. എന്നാൽ അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ആദ്യം തലയ്ക്ക് മണ്ടയിലുള്ള ഓസോണിനെ സംരക്ഷിക്കുക, അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1992 വരുന്നതാണ് റിയോ ഡി ജനീറോ എർത്ത് സബ്മിറ്റ്. മോൺട്രിയൽ കഴിഞ്ഞാൽ അതിൽ റിയൽ എടുത്തോ, അതാണ് റിയോ ഡി ജനീറോ എർത്ത് സബ്മിറ്റ്. അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് 1992 ആരംഭിക്കുന്നത്. അതിൽ റിയോ എന്നാൽ 2 എന്നും ഓർത്തോളൂ. റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. ഇത് ഭൂമിയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സുസ്ഥിര വികസനത്തിനും വേണ്ടിയിട്ട് വന്ന സബ്മിറ്റ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് 3 സബ്മിറ്റുകളും കൂടെ വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് നോക്കണം. അത് മാത്രമല്ല ഈ ഭൗമ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് അജണ്ട 21 വരുന്നത്. ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചകോടിയാണ്, അതാണ് ഭൗമ ഉച്ചകോടി. അജണ്ട 21 എന്നാൽ 21ാം നൂറ്റാണ്ടില് നമുക്ക് ഇവിടെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിനും ഭൂമിയുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അപ്പൊ 1992 വന്നതാണ് ഭൗമ ഉച്ചകോടി റിയോ ഡി ജനീറോ എർത്ത് സമ്മിറ്റ്. എന്നാൽ അത് കഴിഞ്ഞ് 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും മറ്റൊരു സുപ്രധാനപ്പെട്ട പ്രോട്ടോകോൾ വരുന്നുണ്ട്. അതാണ് ക്യോട്ടോ പ്രോട്ടോകോള്.
എർത്തിനെ സംരക്ഷിച്ചു 92-ല്. അത് കഴിഞ്ഞിട്ട് ഈ എർത്തിനെ ക്യൂട്ടാക്കാൻ ഒരു കാര്യം കൂടെ ചെയ്യണം. അതാണ് ക്യോട്ടോ, ക്യൂട്ട് എന്ന് ഓർത്തോളൂ. റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വാതകങ്ങളും ഉണ്ട്. അവയെല്ലാം റിഡക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഗ്രീൻ വാതകങ്ങൾ പോയി കഴിഞ്ഞാൽ ഭൂമി ക്യൂട്ടാകും എന്ന് ഓർത്തോളൂ. ഗ്രീന് പോയാൽ ക്യൂട്ടാകും എന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. അത് 1997 വരുന്നത്. അപ്പോൾ 87 നമ്മൾ മോൺട്രിയൽ മണ്ടയിലുള്ള ഓസോണിനെ കുറിച്ചിട്ടുള്ള സംരക്ഷണം നൽകാനുള്ള കാര്യം പഠിച്ചു. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ താഴെ ഭൂമി, എർത്ത്, അത് റിയോ ഡി ജനീറോ 1992 പഠിച്ചു. പിന്നെയും 5 വർഷം കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ ക്യൂട്ടാക്കാനായിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ, ഹരിതഗ്രഹ വാതകങ്ങളൊക്കെ വന്നിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി ക്യൂട്ടാകും എന്നും പഠിച്ചോളൂ. 97 നമ്മൾ 1987 ദ മോൺട്രിയൽ പ്രോട്ടോകോള്, അല്ല എന്നുണ്ടെങ്കിൽ മോൺട്രിയൽ ഉച്ചകോടി എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, മണ്ടയിലുള്ള ഓസോണിനെ സംരക്ഷിക്കാൻ. അതേ 1987 അതേപോലുള്ള പേരുള്ള മറ്റൊരു സുപ്രധാനപ്പെട്ട റിപ്പോർട്ടും വരികയാണ്. അതാണ് ദ ബ്രണ്ട് ലാൻഡ് റിപ്പോർട്ട്. മോൺട്രിയൽ ബ്രണ്ട് ലാൻഡ്, മോണ്ട് ബ്രണ്ട് അങ്ങനെ കണക്ട് ചെയ്യാലോ. അത് വരുന്നത് 1987 ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ത് എന്നാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇവിടെ വികസനം നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നേച്ചറിനും പ്രകൃതിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ വേണം അത് നടക്കാൻ. നമ്മുടെ ഭാവി തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്രോതസ്സുകൾ നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ദ ബ്രണ്ട് ലാൻഡ് റിപ്പോർട്ട്. ബ്രണ്ട് ലാൻഡ്, ഈ ലാൻഡില് എല്ലാം വേണം, ഭാവി തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. നമ്മൾ വികസിച്ചോളൂ, അതിനോടൊപ്പം ഒന്നും നശിപ്പിക്കരുത്, ഈ ലാൻഡ് നശിപ്പിക്കരുത്. അതാണ് ദ ബ്രണ്ട് ലാൻഡ് റിപ്പോർട്ട് 1987 വരുന്നത്. മോൺട്രിയൽ ബ്രണ്ട് ലാൻഡ്, അങ്ങനെ മോണ്ട് ബ്രണ്ട് 1987 എന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് 1989 ദ ബേസൽ കൺവെൻഷൻ. ഞാൻ ഡയറക്ടർ നമ്മുടെ നടനൊക്കെ ആയിട്ടുള്ള ബേസിൽ ജോസഫിനെ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ബേസിൽ ജോസഫ് 90s കിട്ടാണ് കേട്ടോ. അപ്പൊ 1989-90 ആണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ 90s കിട്ട് ഞാൻ 1989 എന്ന് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ബേസിൽ ജോസഫ് മാത്രമല്ല, ഈ കൺവെൻഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജയ 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 ഹേ സിനിമയുണ്ടല്ലോ, അതിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ ഈ കൺവെൻഷൻ കണക്ട് ചെയ്യുന്നത്. അപ്പൊ 1989 ബേസിൽ എന്നാൽ ബേസിൽ ജോസഫ് എന്ന് വെച്ച് ഓർത്തോളൂ. ക്യാരക്ടർ ജയ ജയ ഹേ സിനിമയിലേതാണ്. ഞാൻ കണക്ട് ചെയ്ത് തരാം. ഈ കൺവെൻഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ത് എന്നാൽ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ, അത് ഇലക്ട്രിക് മാലിന്യങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളാണെങ്കിലും ഇതൊക്കെ കൺട്രോൾ ചെയ്ത് മാലിന്യ നിർമ്മാർജ്ജനം, സുസ്ഥിരമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ദ ബേസൽ കൺവെൻഷൻ. ബേസൽ ജോസഫ് ജയ ജയ ഹേ സിനിമ വെച്ചിട്ട് ഓർത്താൽ മതി. അദ്ദേഹത്തിന് അവിടെ കോഴി ഫാമൊക്കെ ആണല്ലേ, അപ്പൊ ധാരാളം മാലിന്യങ്ങൾ വരും. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബേസലിനോട് പറഞ്ഞ കൺവെൻഷൻ ആണ് എന്ന് ഓർത്തോളൂ. 1989 അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. കണക്ട് ആവുമെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ഓർത്തു വെച്ചേക്കുന്നത്. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഞാൻ പറഞ്ഞായിരുന്നു 1992 ഭൗമ ഉച്ചകോടി അഥവാ റിയോ ഡി ജനീറോ എർത്ത് സബ്മിറ്റുമായി ബന്ധപ്പെട്ട് 3 ഉടമ്പടികൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവയാണ്, അതിൽ ഒന്നാമത്തേത് UNFCCC, യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതിലെ ലാസ്റ്റ് CCC എന്നാൽ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ഓർത്തോളൂ. അത് ഇവിടെ ഉണ്ടാവുന്ന ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാവുന്ന വൈരുദ്ധ്യങ്ങൾ തടയാനായിട്ട് രൂപം കൊണ്ട് ആദ്യത്തെ ഉടമ്പടിയാണ് എന്നും ഓർത്തോളൂ. അതിൽ രണ്ടാമത്തേത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്, CBD. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, നമ്മുടെ ഭൂമിയിലെ ജൈവ വൈവിധ്യങ്ങളൊക്കെ തല്ലുകൂടാതെ കൃത്യമായി പങ്കിട്ടെടുക്കാനുള്ള ഉടമ്പടി എന്ന് ഓർത്തോളൂ. അതാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. മൂന്നാമത് വരുന്നതാണ് UN കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. ഇവിടെയുള്ള മരുവൽക്കരണം ഉണ്ടാകുന്നു, ഭൂമി ഡ്രൈ ആവുന്നത് തടയാനായിട്ട് വന്നിട്ടുള്ള ഉടമ്പടിയാണ് എന്നും ഓർത്തോളൂ. അപ്പോ ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോ, അതിന്റെ ഭാഗമായിട്ട് 3 ഉടമ്പടികൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഭൂമിയിലെ ക്ലൈമറ്റ് ചേഞ്ച് തടഞ്ഞ് ഭൂമിയെ സംരക്ഷിക്കാനും, രണ്ടാമത്തേത് ഇവിടെയുള്ള ജൈവ വൈവിധ്യങ്ങളെല്ലാം ഭൂമിയിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് പങ്കിടാനും, അത് മാത്രമല്ല ഭൂമിയിലെ മരുഭൂമികൾ ഉണ്ടാകുന്നത് തടയാനും വേണ്ടിയിട്ട് 3 ഉടമ്പടികൾ കൂടി വന്നിട്ടുണ്ട് എന്ന് ഓർത്തോളൂ. ഇത് 1992
ഭൗമ ഉച്ചകോടിയിലാണ് തീരുമാനിച്ചതും ഒപ്പിട്ടതും. അതേ തുടർന്ന് 1994 ഈ ഉടമ്പടികൾ നിലവിൽ വരുന്നത് എന്നും ഓർത്തോളൂ. അപ്പോ UNFCCC എന്നാൽ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അത് എന്ത് എന്നാൽ ഹരിത ഗ്രഹവാതകങ്ങളുണ്ടല്ലോ, ഗ്രീൻ ഹൗസ് ഗ്യാസ്, അതിനെ തടയാനായിട്ട് വന്ന ആദ്യത്തെ ഉടമ്പടിയാണ് UNFCCC. നമ്മൾ പറഞ്ഞായിരുന്നു 1997 ക്യോട്ടോ പ്രോട്ടോകോൾ എന്ത് എന്നാൽ ഭൂമിയിലെ ഹരിതഗ്രഹവാതകങ്ങളെ നിയന്ത്രിച്ച് ഭൂമിയെ ക്യൂട്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇത് അതിന്റെ പാരന്റൽ കൺവെൻഷൻ ആണ്. ഇതായിരുന്നു അതിലേക്ക് വഴിതെളിച്ചത് എന്നും ഓർത്തോളൂ. ഇത് വരുന്നത് 1994 92 ഭൗമ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചത് പ്രകാരം. അപ്പൊ UNFCCC ആണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പാരന്റൽ കൺവെൻഷൻ എന്നും ഓർത്തോളൂ. എങ്കിൽ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ത് എന്നാൽ ജനിതക വിഭവങ്ങളുടെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ തുല്യമായും ന്യായമായും പങ്കിടുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ ചേർന്ന് ധാരണയിലെത്തി ഒപ്പുവെച്ചതാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നും ഓർത്തോളൂ. എങ്കിൽ UN കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ, ഇവിടെ ഡെസേർട്ടുകൾ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടി വന്ന ഉടമ്പടി എന്നും ഓർത്തോളൂ. ഇതെല്ലാം UN-ന്റെ ആണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ബമാക്കോ കൺവെൻഷൻ, ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് എമിറ്റ് ചെയ്യുന്ന വേസ്റ്റുകളിൽ നിന്നും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ സംരക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന ഉടമ്പടിയാണ് ബമാക്കോ കൺവെൻഷൻ. ആഫ്രിക്കക്കാരോട് പറയുകയാണ്, ബാ മക്കളെ, നിങ്ങൾക്ക് സംരക്ഷണം തരാം. അതാണ് 1991 വന്നത്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഈ 1 എന്നാൽ അവർക്ക് കൊടുക്കുന്ന 2 സംരക്ഷണയാണ് എന്ന് ഓർത്തോളൂ. 2 സൈഡിലെ 2 ചുമരുകളാണ് ഈ 1 എന്ന് സങ്കല്പിച്ചോളൂ. നടുക്ക് നിൽക്കുന്ന ഈ 2 എന്നാൽ അതാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ മനുഷ്യർ. 9 എന്നാൽ മനുഷ്യനെ പോലെയല്ലേ ഇരിക്കുന്നത്, മുകളില് തല, താഴെ ബോഡി. അങ്ങനെ 2 എന്നാൽ അവിടുത്തെ മനുഷ്യരും അങ്ങും ഇങ്ങുമുള്ള ഈ 2 എന്നാൽ അവർക്ക് സംരക്ഷണം നൽകാനായിട്ട് കെട്ടിയ ചുമര്, വാള് എന്നും ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ 1991 ബമാക്കോ കൺവെൻഷൻ, ബാ മക്കളെ, നിങ്ങൾക്ക് സംരക്ഷണം തരാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഡേഞ്ചർ ആയിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി വേസ്റ്റ് എമിറ്റ് ചെയ്യുന്ന വേസ്റ്റിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ബമാക്കോ കൺവെൻഷൻ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ദ റോട്ടർഡാം കൺവെൻഷൻ. റോട്ടർഡാം കൺവെൻഷൻ എന്നാൽ ഒരു രാജ്യത്ത് വിഷാംശമായിട്ടുള്ള രാസവസ്തു ഇറക്കുമതി ചെയ്യുന്നതിന് മുന്നേ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അതിന്റെ അപകടങ്ങളെ കുറിച്ച് അവരോട് സൂചിപ്പിക്കണം. ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഇത് ഇറക്കുമതി ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ അത് ഇറക്കുമതി ചെയ്യാനായിട്ട്. അപ്പൊ അതിനായിട്ട് വന്ന ഉടമ്പടിയാണ് ദ റോട്ടർഡാം കൺവെൻഷൻ. റോട്ടർ എന്നാൽ റൂട്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ റൂട്ടിലേക്ക് അപകടം വരാൻ ചാൻസ് ഉള്ള വസ്തുക്കൾ ഇറക്കുമ്പോഴത്തേക്കും നേരത്തെ അറിയിച്ചിരിക്കണം. അതാണ് റോട്ടർ എന്നാൽ റൂട്ട് എന്ന് ഓർത്തോളൂ. റോട്ടർഡാം ഉടമ്പടി വരുന്നത് 1998 ആ റോട്ട് എന്നാൽ 8 എന്നല്ലേ, അത് വെച്ച് കണക്ട് ചെയ്തോളൂ. ഇതിന്റെ അവസാനം ഒരു 8 ഉണ്ട്. 1998 അത് UNEP-യുടെ ഉടമ്പടിയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനായിട്ടുള്ളതാണ് കാർട്ടാജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി. ഇങ്ങനെ ഓർത്തോളൂ. കാർട്ടാജീന എന്നാൽ കാറ്റിൽ ജനിച്ചു, കന്നുകാലി ജനിച്ചു എന്ന് ഓർത്തോളൂ. ഈ സങ്കര ഇനം കന്നുകാലികളൊക്കെ ഇല്ലേ, അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ബയോടെക്നോളജി വഴി ഉൽപ്പാദിപ്പിക്കുന്ന ജനിതക മാറ്റം വരുത്തിയ ജീവികളുടെ സുരക്ഷിതമായിട്ടുള്ള കൈമാറ്റവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇത് എന്ന് ഓർത്തോളൂ. ദ കാർട്ടാജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി. കാർട്ടാജീന എന്നാൽ കാറ്റിൽ ജനിച്ചു. അത് എങ്ങനത്തെ കാറ്റിലാണ്? സങ്കര ഇനം എന്ന് ഓർത്തോളൂ. ജനിതക മാറ്റം വരുത്തിയ ജീവികളാണ്. അപ്പോ ഇങ്ങനെ കണക്ട് ചെയ്യാലോ. ഈ ഉടമ്പടി വരുന്നത് 2000 ജനുവരി 29 2000 എന്നാൽ 2000 പുതിയ മില്ലേനിയം ആണ്. അപ്പോ എല്ലാ ജീവികളും ജനിതക മാറ്റം വരുത്തിയ ആധുനിക ജീവികളാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ അവയെ കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് സുരക്ഷിതമായിട്ട് കൈമാറ്റം ചെയ്യാനായിട്ട് വന്ന ഉടമ്പടിയാണ് ദ കാർട്ടാജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് 2001 വന്ന സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ആണ്. 2001 സ്റ്റോക്ക് ഹോം എന്നാൽ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് നിൽക്കപ്പെടുന്ന
രാസവസ്തുക്കൾ എന്ന് ഓർത്തോളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അന്തരീക്ഷത്തിൽ ദീർഘകാലം നിലനിൽക്കുന്നതും ഭൂമിശാസ്ത്രപരമായി വളരെ ദൂരത്തേക്ക് വ്യാപിക്കുന്നതും ജീവജാലങ്ങളുടെ കോശങ്ങളിൽ അടിഞ്ഞു കൂടുന്നതും മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതരമായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള രാസവസ്തുക്കളിൽ നിന്ന് മനുഷ്യനെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക. അപ്പൊ മനസ്സിലായല്ലോ, ഡേഞ്ചർ ആയിട്ടുള്ള രാസവസ്തുക്കൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഉടമ്പടി. നമ്മുടെ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒക്കെ വന്നിട്ട് എല്ലാ ജീവജാലങ്ങളുടെ ഈ ഭൂമിയല്ലേ, ഈ ഹോമില് വന്നിട്ട് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള രാസവസ്തുവിനെയും സ്റ്റോക്ക് ചെയ്യരുത് എന്ന് ഓർത്തോളൂ. അതാണ് ദ സ്റ്റോക്ക് ഹോം കൺവെൻഷൻ. 2001 വരുന്നത്. 2000 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തന്നെ 2000 ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ജീവികളെ കൈമാറാൻ വേണ്ടിയിട്ടുള്ള കൺവെൻഷനാണ് വന്നത്, കാർത്താജീന. എങ്കിൽ 2001 ഇവിടെ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഡേഞ്ചർ ആയിട്ടുള്ള രാസവസ്തുക്കൾ വരരുത് എന്ന് തൊട്ടടുത്ത വർഷം തന്നെ തീരുമാനിച്ചു എന്നും ഓർത്തോളൂ. നഗോയ പ്രോട്ടോകോൾ. നഗോയ എന്നാൽ നെഗോഷിയേറ്റ് ചെയ്തു എന്ന് ഓർത്തോളൂ. നെഗോഷിയേറ്റ് എന്നാൽ ഡിസ്കഷനിലൂടെ തീരുമാനത്തിലാവുക, അല്ലെ, ചർച്ച നടത്തി തീരുമാനത്തിലെത്തുക. അതാണ് കോഡ്. ഇങ്ങനെ ഓർത്തോളൂ. ജനിതക വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എല്ലാവർക്കും നീതിയുക്തമായി പങ്കിടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഉടമ്പടിയാണ് നഗോയ പ്രോട്ടോകോൾ. നെഗോഷിയേറ്റ് ചെയ്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ നമ്മൾ പറഞ്ഞു 1992 ഭൗമ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന 3 ഉടമ്പടികളിൽ ഒന്ന് CBD, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അതിൽ പറയുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിലുള്ള എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും തുല്യമായിട്ട് എത്തണം എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അത്. യെസ്, അത് തന്നെയാണ് നഗോയ പ്രോട്ടോകോളിലും പറയുന്നത്. അപ്പോൾ നഗോയ പ്രോട്ടോകോളിന്റെ പാരന്റൽ കൺവെൻഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CBD ആണ് എന്നും ഓർത്തോളൂ. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 2010 നഗോയ പ്രോട്ടോകോൾ വരുന്നത്. 2010 നെഗോഷിയേറ്റ് ചെയ്തു എന്ന് ഓർത്തോളൂ. നെഗോഷിയേറ്റ് എന്നാൽ 20 പറയുമ്പോഴത്തേക്കും അല്ല 10 വേണം എന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനത്തിലോട്ട് എത്തി എന്ന് ഓർത്തോളൂ. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ന്റെ പകുതിയാണ് 10. അങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്തത് എന്ന് കോഡിനായിട്ട് കണക്ട് ചെയ്ത് ഓർത്തോളൂ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ദ മീനമാത കൺവെൻഷൻ. മീനമാത അതിലുണ്ട്. മീനമാത മെർക്കുറി എന്ന് ഓർത്തോളൂ. മെർക്കുറിയിൽ നിന്നുണ്ടാവുന്ന പൊല്യൂഷനും ഡേഞ്ചറും ഒക്കെ തടഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന ഉടമ്പടിയാണ് ദ മീനമാത കൺവെൻഷൻ എന്ന് ഓർത്തോളൂ. ഇത് 2013 വരുന്നത്. 3 എന്നാൽ അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ M എന്നല്ലേ, എമ്മിനെ സൈഡിലോട്ട് ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ആവും. അപ്പൊ ഈ M എന്നാൽ 3 എന്നോർത്തോളൂ. അപ്പൊ മീനമാത 2013 അങ്ങനെ കണക്ട് ചെയ്യാലോ. മീനമാത മെർക്കുറിയിൽ നിന്നുണ്ടാവുന്ന പൊല്യൂഷൻ തടയാൻ വേണ്ടി വന്നതാണ് ഈ ഉടമ്പടി എന്നും ഓർത്തോളൂ. ഇത് UNEP-യുടേതാണ്. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ ഭാഗമായി വരുന്ന ഉടമ്പടിയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദ പാരീസ് എഗ്രിമെന്റ്. പാരീസ് 15 അങ്ങനെ കണക്ട് ചെയ്തോളൂ. 2015 ദ പാരീസ് എഗ്രിമെന്റ് വരുന്നത്. ഇങ്ങനെ ഓർത്തോളൂ. പാരീസിലൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആണ്. ഫാഷൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പൊ പാരീസ് പോലെ അടിപൊളി ക്ലൈമറ്റ് ലോകത്ത് എല്ലായിടത്തും വരണം എന്ന് ആഗ്രഹിച്ച് വന്ന ഉടമ്പടിയാണ് എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. ആഗോള താപനിലയുടെ ശരാശരി 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തുക, 1.5 ഡിഗ്രി സെൽഷ്യസ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ഉടമ്പടിയാണ്. എന്നാൽ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ലോകരാജ്യങ്ങൾ ഒപ്പിട്ട ഒരു അന്താരാഷ്ട്ര കരാറ് കൂടിയാണ് ഇത്. അതാണ് ദ പാരീസ് എഗ്രിമെന്റ്. പാരീസ് 15 എന്ന് ഓർത്തോളൂ. അടുത്ത നോക്കാനുള്ളതാണ് ജനീവ പ്രോട്ടോകോൾ. ജനീവ പ്രോട്ടോകോൾ എന്നാൽ ജനിക്കുന്ന മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും സംരക്ഷണം ഏകാനായിട്ട് കൊണ്ടുവന്ന പ്രോട്ടോകോൾ എന്ന് ചുമ്മാ ഓർത്തോളൂ. ഇത് നിലവിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 8 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് 1918 അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് നിലവിൽ വന്നത് എന്നും ഓർത്തോളൂ. ഒന്നാം ലോക മഹായുദ്ധത്തില് ധാരാളം നാശനഷ്ടങ്ങൾ ലോകത്തെമ്പാടും സംഭവിച്ചിട്ടുണ്ടല്ലേ, രാസായുധമൊക്കെ ഉപയോഗിച്ചു. അപ്പോ ഈ പ്രോട്ടോകോളും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തോളൂ. യുദ്ധങ്ങളിൽ രാസായുധങ്ങളും ജൈവായുധങ്ങളും ഉപയോഗിക്കുന്നത് നിരോധിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എങ്കിലേ ജനിക്കുന്ന ജീവജാലങ്ങൾക്ക് ഈ ഭൂമിയിൽ പ്രൊട്ടക്ഷൻ നൽകാനാവൂ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1918 എങ്കിൽ അതും കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് 1928 ഈ പ്രോട്ടോകോൾ
നിലവിൽ വരുന്നത്. എന്നാൽ ഇതിന് ഒപ്പിട്ടത് 1925 ജൂൺ 17 എന്നും ഓർത്തോളൂ. ഇത് ലീഗ് ഓഫ് നാഷന്റെ കീഴിലാണ് ഈ ഉടമ്പടി വരുന്നത്. നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെയൊക്കെ പാരന്റ് ഓർഗനൈസേഷൻ ആണ് ലീഗ് ഓഫ് നാഷൻ. ഓക്കെ, അപ്പോ ഇങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മത്സര പരീക്ഷകളിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ തീരം ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. നിങ്ങൾക്ക് മാർക്ക് മിസ്സാകത്തില്ല. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും കമന്റിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് ക്ലാസ് ചെയ്യാനുള്ള പ്രചോദനം. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട്സ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കും.